ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ താളിയോലകളിൽ എഴുതി ചേർക്കപ്പെട്ട അധ്യായങ്ങൾ സമ്മാനിച്ച നീളമുടിക്കാരനെ ഓർക്കുമ്പോൾ ഇന്ത്യക്കന്നും ഇന്നും അഭിമാനമേയുള്ളൂ. റാഞ്ചിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അയാൾ ഇന്ന് ക്രിക്കറ്റ് ലോകത്തിന് അസാധാരണമായ ഒരുപാട് വിജയങ്ങളാണ് സമ്മാനിച്ചു പോയത്. സൗരവ് ഗാംഗുലി അദ്ദേഹത്തെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അറിഞ്ഞില്ല അവൻ ഇന്ത്യക്ക് വേണ്ടി ഇതിഹാസം സൃഷ്ടിക്കാൻ പോകുന്ന കളിക്കാരനാണെന്നത്. തുടക്കത്തിൽ പതച്ചുപോയ ധോണി പതറിയില്ല. അയാളിൽ ആത്മവിശ്വാസവും ധൈര്യവും കൈവിടാതെ പിടിച്ചു നിന്നു. ചുറ്റുമുള്ളവർ ഗാംഗുലിയെ പരിഹസിച്ചു. ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അയാളിലുള്ള പ്രതീക്ഷ കൈവിടാതെ ഗാംഗുലി കാത്തുനിന്നു. അവനിലെ അഗ്നിയുടെ ആളിക്കത്തലിനായി. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രം. ബാറ്റിംഗ് കൊണ്ടും സ്റ്റംപിംഗ് കൊണ്ടും ഫീൽഡിംഗ് കൊണ്ടും മായാജാലം സൃഷ്ടിച്ച അദ്ദേഹത്തിന് ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കാൻ ഇന്ത്യക്കധികം സമയം വേണ്ടി വന്നില്ല. 13 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുക്കുവാൻ മഹേന്ദ്ര സിംഗ് ധോണി എന്ന മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാം മനസ്സിലാക്കണം അയാളൊരു ചില്ലറക്കാരനല്ല എന്നുള്ള സത്യം. കഴിവും ആത്മവിശ്വാസവും അർപ്പണബോധവും കൊണ്ട് ഇന്ത്യക്ക് അഭിമാനിക്കാൻ ഒരു നിമിഷം ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ച സൂത്രശാലിയായ MSDയെ ക്രിക്കറ്റ് പ്രേമികൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടേയുള്ളൂ. കൈവിട്ടുപോയ കളിയെ അദ്ദേഹം തന്റെ കൈവെള്ളയിലാക്കി. അവസാന പന്തുകളിൽ അടിപതറുമെന്ന ഭയത്തിൽ നിൽക്കുന്ന ഇന്ത്യയെ മുൾമുനയിലാക്കിക്കൊണ്ട് വാങ്കഡെ സ്റ്റേഡിയം അദ്ദേഹത്തിന് വേണ്ടി ആർപ്പ് വിളിച്ചു. അയാളിലുള്ള വിശ്വാസം കൈവിടാതെ ഇന്ത്യ ഒന്നാകെ പ്രാർത്ഥിച്ചു. വികാരഭരിതമായ മുംബൈ സ്റ്റേഡിയത്തിനും ഉദയസൂര്യനും സാക്ഷിയാക്കി കളിക്കളത്തിൽ മായാജാലം സൃഷ്ടിച്ചുകൊണ്ട് അയാളുടെ ബാറ്റിംഗിൽ പിറന്നു വീണത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയൊരു ലിപി തന്നെയാണ്. തന്റെ സഹയാത്രികൻ പാജിക്ക് ഇതിലും നല്ലൊരു യാത്രയപ്പ് ഇനി കൊടുക്കാനാകില്ല. സച്ചിൻ എന്ന ഇതിഹാസം എന്നേക്കുമായി ക്രിക്കറ്റിനോട് വിട പറയുമ്പോൾ അദ്ദേഹം പരിഭ്രാന്തനായിരുന്നില്ല. കാരണം ആ സാമ്രാജ്യവും അതിന്റെ താക്കോലും ധോണിയുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് അയാൾക്കറിയാം. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യ ലോകകപ്പ് വിജയിച്ചിരിക്കുന്നു. സാധാരണ ലാഘവത്തോടെ ചെറുപുഞ്ചിരിയാൽ അയാൾ ലോകകപ്പ് വാങ്ങി തന്റെ പിന്മുറക്കാർക്ക് സമ്മാനിക്കുന്നു. ഗ്രൗണ്ടിലും പുറത്തും അയാൾ ക്ഷമാശീലനായിരുന്നു. പ്രതീക്ഷ കൈവിടരുത്. അവസാന നിമിഷം വരെ മനോധൈര്യത്തോടെ പോരാടാൻ പഠിപ്പിച്ച യഥാർത്ഥ കളിക്കാരൻ. ഇന്ത്യക്ക് പിഴച്ചില്ല അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ. നായകസ്ഥാനം വിരാട് കോഹ്ലിക്ക് നൽകി അയാൾ കളമൊഴിയുമ്പോൾ അർഹിച്ചൊരു യാത്രയപ്പ് കൊടുക്കാൻ പോലും ഇന്ത്യക്ക് കഴിഞ്ഞില്ല. തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ചു, നിങ്ങൾ തന്ന സ്നേഹത്തിനും പിന്തുണക്കും നന്ദി. ഈ നിമിഷം തൊട്ട് ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുന്നു. 2 വരികളിൽ കുറിച്ചിട്ട ആ വാക്കുകൾ ഇന്ത്യക്കാർക്കൊരഗാധമായിരുന്നു. പക്ഷേ ഓർക്കും നിങ്ങളെ ഓരോ ക്രിക്കറ്റ് പ്രേമികളും. അഭിമാനിക്കാം റാഞ്ചിക്കാർക്ക്, നിങ്ങൾ പുറത്തുവിട്ടത് ഒരു പടനായകനെയായിരുന്നു. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചെങ്കിലും IPL നിറ സാന്നിധ്യം തന്നെയായിരുന്നു. വയസ്സൻ പടയെന്ന് മുദ്രകുത്തിയ ചെന്നൈ സൂപ്പർ കിങ്സിന് 5 തവണ കിരീടത്തിൽ തൊടാൻ പറ്റിയെങ്കിൽ അതിന് പിന്നിൽ ഒരേ ഒരു കാരണക്കാരൻ, ദ ക്യാപ്റ്റൻ കൂൾ. ചെന്നൈ ടീമിനെ വളർത്തിയതും കൂടെ ചേർത്ത് പിടിച്ചതും അദ്ദേഹം നേടിക്കൊടുത്ത നേട്ടങ്ങളുമെല്ലാം പ്രേക്ഷകർ ഒന്നടങ്കം സാക്ഷികളായ കാഴ്ചയാണ്. കാശി വിശ്വനാഥനറിയാം ഈ പറുദീസ് അയാളുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന്. 2010 ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യമായി കിരീടമുയർത്തി. ധോണിയുടെ ക്യാപ്റ്റൻസിക്ക് മുമ്പിൽ മുംബൈ അടിപതറി. ചെന്നൈയുടെ ബൗളിംഗ് മുംബൈയെ വലിഞ്ഞു മുറുക്കി. നീലക്കുപ്പായങ്ങളെ ഓരോന്നായി അയാൾ പടിയിറക്കുമ്പോൾ അവരറിഞ്ഞില്ല സൂക്ഷ്മബുദ്ധിക്കാരനായി സ്റ്റെമ്പിന് പിറകിൽ നിന്ന് കൗശലങ്ങൾ സൃഷ്ടിച്ച് നിറപുഞ്ചിരിയോടെ കളിയെ വീക്ഷിക്കുന്ന ആ മനുഷ്യനെ. വിജയം മുംബൈയിൽ നിന്നും അകലുന്നു. അവസാനായുധമായ ദ സ്ട്രോങ്ങസ്റ്റ് മാൻ എന്നറിയപ്പെടുന്ന പൊള്ളാഡിനെ ബാറ്റിങ്ങിനായി പറഞ്ഞുവിടുമ്പോൾ മുംബൈക്ക് അസ്തമിക്കാത്ത പ്രതീക്ഷകളായിരുന്നു. പക്ഷേ അയാൾക്ക് വേണ്ടി മഞ്ഞപ്പട കരുതി വെച്ച വലക്കണി മുറുകെ പിടിച്ചുകൊണ്ട് ചെന്നൈ കപ്പലിന്റെ കപ്പിത്താൻ കരുക്കൾ ഒരുപടി മുന്നേ നീക്കാൻ തുടങ്ങിയിരുന്നു. റായിഡുവിന്റെ ത്രോയിൽ പൊള്ളാടെന്ന വൻമരം വീണു. രക്ഷപ്പെടാനൊരു പഴുതുപോലുമില്ലെന്നറിഞ്ഞ മുംബൈ അവർക്ക് മുന്നിൽ കീഴടങ്ങി. സ്റ്റേഡിയം ഒന്നാകെ ആർപ്പ് പിടിച്ചു ചെന്നൈക്ക് വേണ്ടി. പതിവ് തെറ്റിയില്ല. എല്ലാം നോക്കി നിന്ന് ആസ്വദിച്ച് ഒടുവിലൊരു പുഞ്ചിരി നൽകിയ അദ്ദേഹം കാണികളിൽ ഒരാളായി മാറി. ഒരു ക്യാപ്റ്റൻ തന്റെ സഹയാത്രികരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണമെന്നും അവരിലെ കഴിവിനെ എങ്ങനെ ഉയർത്തണമെന്നും കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാനും പഠിപ്പിച്ച പച്ചയായൊരു മനുഷ്യൻ. 2011 വീണ്ടും വിജയകിരീടം നേടിയ ചെന്നൈ ഒന്നുകൂടി അടിയുറപ്പിച്ചു. RCBക്കെതിരെയുള്ള കളിയിൽ ബാറ്റിംഗ് കൊണ്ട് നല്ലൊരു സ്കോർ തന്നെ പടുത്തുയർത്തി. എതിരെ വന്ന RCB ബാറ്റിംഗ് കൊണ്ട് എതിർക്കാൻ നോക്കിയെങ്കിലും മുട്ടിവിറക്കുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത്. ABDയെ പുറത്താക്കാൻ ധോണിക്ക് DRSന്റെ സഹായം പോലും വേണ്ടി വന്നില്ല. സ്റ്റെമ്പിന് പിറകിൽ വലവിരിച്ച് കാത്തു നിൽക്കുന്ന അയാൾക്ക് ഉറപ്പായിരുന്നു കെണിയിൽ അകപ്പെടുമെന്നത്. ഒടുവിൽ കരുത്തിന്റെ കളിക്കാരൻ പടിയിറങ്ങി. ആത്മധൈര്യം കൈവിടാതെ RCB അംഗങ്ങൾ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു. സുരേഷ് റെയ്നയുടെ പന്തിന്റെ മുന്നിൽ കോഹ്ലിക്ക് കീഴടങ്ങേണ്ടി വന്നു. റെയ്നയുടെയും അശ്വിന്റെയും പന്തിന്റെ മുന്നിൽ RCBക്ക് പൊരുതി നിൽക്കാൻ പറ്റാതെയായി. മഞ്ഞപ്പടയാൽ നിറഞ്ഞ സ്റ്റേഡിയം ആർപ്പ് വിളിക്കാൻ തുടങ്ങി അവർക്ക് വേണ്ടി. ഒന്നിനു പിന്നാലെ ഒന്നായി വീണ്ടും വീണ്ടും ചരിത്രം കുറിച്ച് ചെന്നൈ കിരീടത്തിൽ 2ാമതും മുത്തമിട്ടു. ധോണി എന്ന അത്ഭുത പ്രതിഭയ്ക്ക് ചെന്നൈ നഗരം കൊടുക്കുന്ന പ്രാധാന്യം ചില്ലറയല്ല.
ഒരു ക്രിക്കറ്റ് പ്രതിഭയ്ക്ക് ഒരുപക്ഷെ ഇത്രയധികം സ്നേഹവും ആദരവും എവിടെ നിന്നും കിട്ടുന്നതിലും അപ്പുറമായിരുന്നു. അയാളോടുള്ള ബഹുമാനവും സ്നേഹവും അവർക്ക് കൂടിക്കൊണ്ടേയിരുന്നു. കോഴ വിവാദത്തിൽപ്പെട്ട ചെന്നൈയെ 2015 നിന്നും 2 വർഷത്തേക്ക് BCCI പുറത്താക്കി. മഞ്ഞ നിറങ്ങളില്ലാത്ത സ്റ്റേഡിയങ്ങൾ, ആരവങ്ങളില്ലാതെ, ആർപ്പുവിളികളില്ലാതെ അവർ കഴിച്ചുകൂട്ടി. അവരിലെ പ്രതീക്ഷകൾ അസ്തമിച്ചില്ല. അവർ കാത്തിരുന്നു സിംഗപ്പടയുടെ അടുത്ത യുദ്ധത്തിനായി. 2018 വിലക്ക് മാറി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവരെ കാത്തുനിന്ന ആരാധകരിലെ ചിരിമായ്ക്കാതെ, അവരെ നിരാശരാക്കാതെ IPL കിരീടം നേടിക്കൊടുത്തുകൊണ്ടാണ് ചെന്നൈ തിരിച്ചു വന്നത്. അതിനോടനുബന്ധിച്ച് ചെന്നൈയിൽ നടന്നൊരു പൊതുപരിപാടിയിൽ ആ മനുഷ്യൻ വികാരഭരിതനായി പറഞ്ഞു, 2 വർഷം ഞങ്ങൾക്ക് ഈ ടീമിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നു. പക്ഷേ ചെന്നൈ എന്ന നഗരം തരുന്ന സ്നേഹം വലുതാണ്. എൻ്റെ സെക്കൻഡ് ഹോമാണ് ഈ നഗരം. ഇവിടുത്തെ ജനങ്ങളും സംസ്കാരവും എന്നിലെ കളിക്കാരനെയും വ്യക്തിയെയും ഒരുപാട് പഠിപ്പിച്ചു. ഈ വാക്കുകൾ മാത്രം മതി അയാളിലൊരു സാധാരണക്കാരനെ മനസ്സിലാക്കാൻ. കളി അവസാനിച്ചില്ല. ചെന്നൈ ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു. 2021 അവർ വീണ്ടും കപ്പുയർത്തിയപ്പോൾ ആരാധകരിലെ ആവേശവും ആദരവും കൂടിക്കൊണ്ടേ നിന്നു. ചെന്നൈയുടെ തലവര മാറ്റിക്കൊണ്ട് തലയും പിള്ളേരും IPL പട്ടികയിൽ ഒരിക്കൽ കൂടി സ്ഥാനമുറപ്പിച്ചു. തൻ്റെ ശിഷ്യരിലെ കഴിവിനെ വാർത്തെടുത്ത് പുതിയൊരാളായി അവരെ മാറ്റിയെടുക്കാൻ അദ്ദേഹം എന്നും പ്രാപ്തനായിരുന്നു. ഏത് ഫോർമാറ്റ് കളിയും അയാളുടെ കയ്യിൽ സുരക്ഷിതമെന്ന പോലെ എല്ലാ വയസ്സിലെ കളിക്കാരനെയും പകച്ചുവിടാൻ അദ്ദേഹം ഒരുക്കമായിരുന്നു. വയസ്സുകൊണ്ട് മാത്രം ഒരാളുടെ കഴിവിനെ അടിച്ചമർത്താനാകില്ല എന്ന് തെളിയിച്ച മനുഷ്യൻ. ഓരോ സീസൺ കഴിയുമ്പോഴും അദ്ദേഹത്തോട് മാധ്യമങ്ങൾക്കൊന്നേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ, താങ്കളുടെ കരിയറിലെ അവസാനത്തെ സീസണാണോ ഇത്? കേവലം ഒരു നിറപുഞ്ചിരിയോടെ അദ്ദേഹം മറുപടി കൊടുത്തു, ഡെഫിനറ്റ്ലി നോട്ട്. ആരാധകരെ ശാന്തരാക്കാനും അയാൾക്ക് വേണ്ടി കാത്തുനിൽക്കാനും അയാളെന്നും സന്നദ്ധനായിരുന്നു. പിന്നീട് അങ്ങോട്ടുണ്ടായ സീസൺ ചെന്നൈക്ക് നല്ലതല്ലായിരുന്നു. കണക്കുകൂട്ടലുകൾ പലതും പിഴക്കുന്നു. കാര്യമായി ഒന്നും തന്നെ നേടാൻ കഴിയാതെ മഞ്ഞക്കൂട്ടങ്ങൾക്ക് കളമൊഴിയേണ്ടി വരുന്നു. ധോണി തന്റെ ക്യാപ്റ്റൻസി പതിയെ ജഡേജയിലേക്ക് കൈമാറുന്നു. ആ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് മാറിയപ്പോൾ ആരാധകർ ഒന്നടങ്കം പരിഭ്രാന്തരായതാണ്. ഇതയാളുടെ വിരമിക്കലാകുമോ എന്ന ചോദ്യം ഉയർന്നു വന്നു. നായകസ്ഥാനത്തോട് വേണ്ട രീതിയിൽ നീതി പുലർത്താൻ ജഡേജക്കായില്ല. കളിക്കളത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അയാൾ അസ്വസ്ഥനാകുന്നു. നായകസ്ഥാനം അദ്ദേഹം ഒഴിയുന്നു. ചെന്നൈ കപ്പലിന്റെ കപ്പിത്താൻ വീണ്ടും ചുമതല ഏറ്റെടുക്കുന്നു. ചെന്നൈക്ക് വേണ്ടി കപ്പ് നേടാൻ കഴിയാതെ അവർ പടിയിറങ്ങി. ആരാധകർ വിഷമിച്ചില്ല. കാരണം അവർക്കുറപ്പായിരുന്നു ഇത് തിരിച്ചുവരവിനുള്ള താൽക്കാലികമടക്കം മാത്രമാണെന്ന്. 2023 മഞ്ഞപ്പട പൂർവാധികം ശക്തിയോടെ കളിക്കളം ഏറ്റെടുക്കാൻ കച്ചകെട്ടി വന്നു. അവരെ വരവേൽക്കാൻ ആരാധകരും കാത്തുനിന്നു. പിന്നീട് സ്റ്റേഡിയം സാക്ഷിയായത് വയസ്സൻ പടയുദ്ധത്തെ ബാറ്റ് കൊണ്ട് എതിർത്ത് നിൽക്കുന്ന നിമിഷങ്ങളാണ്. അയാൾ പതിവ് പോലെ ശാന്തനായിരുന്നു. ഓരോ വിജയങ്ങളിലും ആവേശഭരിതനാവാതെ എല്ലാം വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ചെന്നൈ പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ ഉറപ്പായിരുന്നു. വിശ്വാസം തെറ്റിയില്ല. തന്റെ പിള്ളേരെയും കൊണ്ട് അയാൾ ഫൈനലിലേക്ക് എത്തിയപ്പോൾ ആവേശവും മാരവും ഉയർന്നുകൊണ്ടേയിരുന്നു. ഗുജറാത്ത് ശക്തരായിരുന്നു. അവരെ തോൽപ്പിക്കൽ ചെന്നൈയെ സംബന്ധിച്ച് ഒരു നിസാര കാര്യമല്ലായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള കളി മുന്നേ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്ന ധോണിയുടെ പ്ലാനിൽ ഗുജറാത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റിംഗിൽ പിടിച്ചു നിന്നു. ആരാധകർ ആർപ്പുവിളികൾ തുടങ്ങി മഞ്ഞപ്പടയുദ്ധത്തെ ബാറ്റിംഗ് കൊണ്ട് മറുപടി കൊടുക്കുന്നത് കാണാനായി. ഗുജറാത്ത് നിസാരക്കാരായിരുന്നില്ല. ചെന്നൈയെ ഒതുക്കാൻ വേണ്ടി ഹാർദിക് ഒരുക്കിയ കെണിയിൽ സിംഹക്കുട്ടികൾ ഓരോന്നായി കുഴിയിൽ വീഴുമ്പോഴും ആരാധകർ ശാന്തരാകാൻ ശ്രമിച്ചു. അയാളിലെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനായി അവർക്ക് അവസാനം വരെ കാത്തു നിൽക്കേണ്ടി വന്നു. അമ്പാട്ടി റായിഡുവിന്റെയും ശിവൻ ഡൂബയുടെയും ബാറ്റിംഗിൽ ചെന്നൈ അടിയുറപ്പിച്ചു. അംഗം അവസാനിച്ചില്ല. ചെന്നൈയെ ബൗളിംഗിൽ എതിർക്കാമെന്ന് കരുതിയ ഹാർദിക്കിന് തെറ്റി. എതിരെ ഉയർന്നു വന്ന കാറ്റിനെ വഴിതിരിച്ചു വിടേണ്ടത് എങ്ങനെയാണെന്ന്. അടിപതറുന്ന ചെന്നൈയുടെ വേരുകൾ ഉറപ്പിക്കാൻ വേണ്ടി നായകനെത്തിയപ്പോൾ കാര്യമായി ഒന്നും തന്നെ നേടിക്കൊടുക്കാനാകാതെ മില്ലറിന്റെ പന്തിൽ അയാൾക്ക് മടങ്ങേണ്ടി വന്നു. സ്റ്റേഡിയത്തിലെ മഞ്ഞ നിറങ്ങളുടെ പ്രസരിപ്പ് കുറഞ്ഞു വരുന്നു. ആടിയുലയുന്ന ഈ കപ്പലിനെയും അതിലെ യാത്രക്കാരെയും അവസാന പ്രതീക്ഷ അവനിലേക്ക് അർപ്പിച്ചു. ജഡേജ അയാൾക്ക് വേണ്ടി ശബ്ദമുയരാൻ തുടങ്ങി. ഹാർദിക്കിന്റെ വേട്ടയിൽ കിടന്നു വലയുന്ന ചെന്നൈയെ ഉയർത്തെടുക്കുവാൻ അയാൾ തന്റെ കയ്യായുധം കൊണ്ട് പണി തുടങ്ങി. പക്ഷേ ആദ്യഘട്ടം പിഴച്ചുപോയെങ്കിലും വിട്ടുകൊടുക്കാൻ ആശാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. കളി ശക്തമായി കൊണ്ടിരുന്നു. അവസാന 3 പന്തിൽ 11 റൺസ് വേണ്ട ചെന്നൈയെ ഹാർദിക്കും ടീമും വലിഞ്ഞു മുറുക്കിയിരുന്നു. അസ്തമയ സൂര്യൻ അടുക്കും തോറും മായുന്ന ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ അവസാന 2 പന്തുകൾക്ക് കഴിയുന്നു. കാണികളെ അതിശയിപ്പിച്ചുകൊണ്ട് പടുകൂറ്റൻ 6 സ്റ്റേഡിയത്തിലേക്ക് പറന്നിറങ്ങി. നിശ്ചലമായ സ്റ്റേഡിയം ഉയർന്നു. കണ്ണുനീരിനാൽ അവർ ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ഇനിയുള്ള ഒരു ബോൾ, അതിൽ വേണ്ടത് 4 റൺസും. വിജയപ്രതീക്ഷകൾ കുറവാണെങ്കിലും മനസ്സിനുള്ളിലെ ആത്മധൈര്യം കൈവിടാതെ ജഡേജ കളി മുഴുവനാക്കി. ഹി ഫിനിഷ് ഇറ്റ് ഓഫ് ഹിസ് ക്യാപ്റ്റൻ സ്റ്റൈൽ. വയസ്സൻ പട വീണ്ടും എടുത്തുയർത്തി 5ാമത്തെ കിരീടം. വികാരാതീതമായ അന്തരീക്ഷം.
ഒരിക്കൽ പോലും കണ്ണുനീർ പൊഴിക്കാത്ത അദ്ദേഹം ആദ്യമായി ഇത്രയധികം ആവേശത്തോടെ ജഡേജയെ എടുത്തുയർത്തിയപ്പോൾ എന്തെന്നറിയാതെ ആ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. തോറ്റുപോയി എന്ന് കരുതിയിടത്തു നിന്നും വിജയത്തിലേക്ക് എടുത്തുയർത്തിയതിൻ്റെ സന്തോഷമാകാം. തൻ്റെ ടീം ഇനി അയാളുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്നോർത്തിട്ടാകാം. പക്ഷേ MSD നിങ്ങളൊരു മായാജാലക്കാരൻ തന്നെയാണ്. ലോകം കണ്ടതിൽ വെച്ച് കൗശലങ്ങൾ കാണിക്കുന്ന മാന്ത്രിക വിദ്യക്കാരൻ. ചെന്നൈ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. പക്ഷേ ഇതയാളുടെ കരിയറിലെ അവസാനത്തെ സീസണാകുമോ എന്ന ചോദ്യം വീണ്ടും ഉയർന്നു. പക്ഷേ അതിന് പ്രസക്തിയില്ല എന്ന് തെളിയിച്ച് വീണ്ടും അദ്ദേഹം കപ്പ് വാങ്ങി നിശബ്ദനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചുപോയി. ഇനി അങ്ങോട്ടുള്ള സീസണുകളിൽ അയാളുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്നറിയില്ല. പക്ഷേ നിങ്ങളോളം മനസ്സിൽ പതിഞ്ഞൊരു കളിക്കാരൻ ഇനി ഉണ്ടാവില്ല. നിങ്ങളെയും നിങ്ങളാൽ വാർത്തെടുത്ത വിജയങ്ങളെയും മനസ്സിൽ പിടിച്ച് അഭിമാനിക്കും നമ്മൾ ഓരോരുത്തരും. ഡിയർ റാഞ്ചി, യു ഗാവ് എ സ്ട്രോങ്ങർ ആൻഡ് ഇർറീപ്ലേസബിൾ പ്ലെയർ ഫോർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. താങ്ക് യു.